എംടി ബാക്കി വെച്ച സ്വപ്നം കേരള നടനത്തിലൂടെ ദക്ഷിണയായി നൽകിയിരിക്കുകയാണ് കോഴിക്കോട് നിന്നെത്തിയ നിള. രണ്ടാം മൂഴം നോവലിനെ ആസ്പദമാക്കി നിള ഹയർ സെക്കൻഡറി വിഭാഗം കേരള നടനത്തിൽ എ ഗ്രേഡ് നേടിയാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നിന്ന് മടങ്ങുന്നത്. രണ്ടാം മൂഴത്തിന്റെ ദൃശ്യാവിഷ്കാരം എംടിയുടെയും കഥാലോകത്തിന്റെയും വെള്ളിവെളിച്ചം കാണാത്ത കനിയാണ്. ആ ദൃശ്യാവിഷ്കാരം കലോത്സവ വേദിയിലെത്തി കേരള നടനത്തിലൂടെ. അക്ഷരാർത്ഥത്തിൽ ഇന്ന് കരമനയാറിൽ നിള കര കവിഞ്ഞൊഴുകി. കോഴിക്കോട് ചേളന്നൂർ AKKR സ്കൂളിലെ +2കാരി നിള. എംടിയുടെ ഭീമനായും ദ്രൗപദിയായും അവൾ വേദിയിൽ നിറഞ്ഞാടി. എംടിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നിള. ആ പേരും രണ്ടാമൂഴവും കേരള നടനം വേദിയിൽ. പ്രിയപ്പെട്ട MT സാറിന്റെ സ്വപ്നം അദ്ദേഹത്തിന് ഗുരുദക്ഷിണയായി സമർപ്പിക്കണമെന്ന മോഹത്തിനിടെയാണ് ഏവരുടെയും മനം തകർത്ത് അദ്ദേഹത്തിന്റെ വിയോഗം. ഉള്ളിലെ അല്ലലാൽ അവൾ പക്ഷേ ആ ദക്ഷിണ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ വേദിയിൽ സമർപ്പിച്ചു. ഞങ്ങൾക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു MTയുടെ മുമ്പിൽ ഈ ഒരു കേരള അവതരിപ്പിക്കണമെന്ന്. പക്ഷേ നമുക്കൊക്കെ അറിയാം, വളരെ വിഷമത്തോടു കൂടി തന്നെ നമ്മളോട് വിട പറഞ്ഞു MT പോയിട്ടുണ്ട്. പക്ഷേ എന്നാലും ഈ രണ്ടാം മൂഴം എന്ന കേരള നടനം അദ്ദേഹത്തിന് വേണ്ടി സമർപ്പിക്കുകയാണ്. എൻ്റെ നിളയാണ് ഈ കേരള ഇവിടെ അവതരിപ്പിച്ചത്. കണ്ട ആൾക്കാരും ഒരുപാട് നൃത്താധ്യാപകരും കേരളം അറിയുന്ന എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞത് വളരെ സന്തോഷമുണ്ടായി. പക്ഷെ നടക്കാത്തൊരാഗ്രഹം MTയുടെ മുമ്പിൽ ഒന്ന് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അത് നടന്നില്ല. ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി, വളരെ ഭക്തിയോടു കൂടി ഇത് MTക്ക് വേണ്ടി സമർപ്പിക്കുന്നു. നിളയുടെ അമ്മ 3-ാം വയസ്സിൽ അവളെ വിട്ടുപോയതാണ്. അന്നു മുതൽ അച്ഛൻ ബിജുനാഥിനും ഇത് രണ്ടാം മൂഴമാണ്. അമ്മയില്ലെന്ന വേദന മറക്കാൻ ബിജുനാഥ് അവൾക്ക് നൃത്തത്തിന്റെ വാതിൽ തുറന്നുകൊടുത്തു. ഇന്ന് അച്ഛനാണ് അവൾക്ക് എല്ലാം. അമ്മയെപ്പോലെ ഒരു നല്ല നർത്തകിയാവുക എന്ന സ്വപ്നത്തിന് ചിറകുതുന്നിയത് അവളുടെ പ്രിയപ്പെട്ട അച്ഛനാണ്. അച്ഛൻ്റെ നിള ഇതുവരെ 4 ദേശീയ അവാർഡുകളാണ് നേടിയത്. വിദേശ രാജ്യങ്ങളിലും 15 സംസ്ഥാനങ്ങളിലും നൃത്തമാടി. അച്ഛൻ്റെ കൈ പിടിച്ച് അങ്ങനെ നിള ഒഴുകുകയാണ് അതിരുകളില്ലാതെ. ഒരച്ഛൻ്റെ രണ്ടാം മൂഴത്തിൽ നിളയിന്ന് നിറഞ്ഞൊഴുകി. നിളയുടെ കഥാകാരൻ ബാക്കി വെച്ച സ്വപ്നത്തിലൂടെ. ക്യാമറാമാൻ അനന്തു അജയകുമാറിനൊപ്പം അഞ്ജന രഞ്ജിത്ത്, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.